ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അതായത് ഇന്ന് നടന്നിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാമല്ലോ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതേപോലെ മൊത്തം 8 ആക്ടിവിറ്റീസാണ് അതിലുള്ളത്. അതിൽ 6 ആക്ടിവിറ്റീസാണ് എഴുതേണ്ടത്. അതേപോലെ ഒരു ആക്ടിവിറ്റി നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുള്ളതുണ്ടെങ്കിൽ അത് വിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ സബ് ക്വസ്റ്റ്യനും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റി, അതായത് ഒരെണ്ണം എക്സ്ട്രാ ആക്ടിവിറ്റി എഴുതിയാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് ഏതിലെങ്കിലും അബദ്ധത്തിൽ മാർക്ക് പോവുകയാണെങ്കിൽ മറ്റതിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വരണേന്ന് നോക്കാം. ആക്ടിവിറ്റി 1 എന്തായിരുന്നു? ഒബ്സർവ് ദ പിക്ചർ. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു സ്കൂളിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. ദെൻ എന്തായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ? വാട്ട് മെഷേഴ്സ് ആർ ടേക്കൺ ബൈ ദ സ്കൂൾ ടു റെഡ്യൂസ് ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ആ പിക്ചറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സോളാർ പാനലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് സോളാർ പാനലാണ്. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ക്യാൻ ബി ഡൺ അറ്റ് ഹോം ആൻഡ് സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിലും നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആ കിച്ചണിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടർ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ പ്ലാസ്റ്റിക് സഞ്ചികളൊക്കെ ഒഴിവാക്കി, പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒഴിവാക്കി തുണി സഞ്ചി മാത്രം സ്കൂളിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നൊരു നിയമം വെക്കാം. അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ചെയ്യാം നമുക്ക്. അതേപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, പിന്നെ ഇതുപോലെയുള്ള സോളാർ പാനലുകൾ വെച്ചിട്ട് നമുക്ക് മാക്സിമം എനർജി കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിൻറ്റുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആൻസേഴ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ സോ ഫസ്റ്റ് ആക്ടിവിറ്റി ഓക്കെ അല്ലേ? എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. ഇത് നമ്മുടെ ടെക്സ്റ്റിലും ഈ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. യു ഹാവ് റെഡ് എ നേച്ചർ സോങ് ഓഫ് ദ മലവേഡേഴ്സ്, എ ട്രൈബൽ ഗ്രൂപ്പ് ഇൻ കേരള. അപ്പം മലവേഡേഴ്സ് എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടാണ് അത്. ദെൻ അതിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? എ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു എ പ്ലേസ് വേർ ട്രൈബൽ പീപ്പിൾ ലീവ് ടുഗെദർ. ട്രൈബൽ പീപ്പിൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്തായിരുന്നു? അത് ഊര് ആണ് അല്ലേ. ദെൻ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ. ട്രൈബൽ പീപ്പിളിൻ്റെ സോഷ്യൽ ലൈഫിൻ്റെ ഫീച്ചേഴ്സ് അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് തന്നെ എഴുതാം. അപ്പം ഞാൻ ആ പോയിൻറ്റ്സ് ഇവിടെ കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ട്രൈബൽ പീപ്പിൾ കൂടുതലായിട്ടും ഹില്ലി ഏരിയയിലും അങ്ങനെ അതുപോലെയുള്ള ഫോറസ്റ്റ് ഏരിയയിലും ഒക്കെയാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. ആൻഡ് അവരൊരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും താമസിക്കുക. പിന്നെ ആ ഓരോ ഗ്രൂപ്പും എന്തായിരിക്കും? പരസ്പരം വ്യത്യസ്തമായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? അതായത് അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് കാട്ടിൽ നിന്നൊക്കെയുള്ള സാധനങ്ങൾ ശേഖരിക്കുക, അതേപോലെ തന്നെ മറ്റെന്താണ് അവരുടെ ചില കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുക, അതൊക്കെയാണ്. പിന്നെ ഓരോ ഗ്രൂപ്പിനും അടുത്ത പോയിന്റ്, ഓരോ ഗ്രൂപ്പിനും ഓരോ ഭാഷയുണ്ടാവും. ആൻഡ് അതിന് എഴുത്ത് ലിപി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ട്രൈബൽ പീപ്പിളിൻ്റെ. ദെൻ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൺ വാട്ട് മാറ്റേഴ്സ് ഡസ് ദ എൽഡർലി ഗ്രൂപ്പ് ഇൻക്ലൂഡിംഗ് മൂപ്പൻ ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാവ് ദ സുപ്രീം പവർ ടു ടേക്ക് ഡിസിഷൻസ്. അപ്പോൾ ഒരു ഊരിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഊര് മൂപ്പനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൽഡർലി പീപ്പിളോ ആയിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണെന്നാണ് ചോദിക്കുന്നത്. അതായത് മാരേജസ്, അതുപോലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, അതുപോലെ അവരുടെ റിച്വൽസ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ ഈ ഗ്രൂപ്പ് ഓഫ് എൽഡർലി പീപ്പിളോ അല്ലെങ്കിൽ മൂപ്പനോ ആണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി തേർഡ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ദ ബിൽ ഓഫ് റൈറ്റ്സ് ഇസ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു സിറ്റിസൺസ് ബൈ ഈച്ച് കൺട്രി ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺട്രിയിലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന അവകാശങ്ങളെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ബൈ വാട്ട് നെയിം ഈസ് ഇന്ത്യാസ് ബിൽ ഓഫ് റൈറ്റ്സ് നോൺ. ഇന്ത്യയുടെ ബിൽ ഓഫ് റൈറ്റ്സ് അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ ഗിവൺ ലിസ്റ്റ് ഇൻകോർപ്പറേറ്റിംഗ് ദ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്.
സോ അതിൽ നമുക്ക് ഏതെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? റൈറ്റ് ടു ലീവ് അതിൽ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എഴുതാം, ഫ്രീഡം ഓഫ് സ്പീച്ച് എഴുതാം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ എഴുതാം. ഇതെല്ലാം നമുക്കതിൽ എഴുതാം. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ കമ്മീഷൻ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദ നാഷണൽ ലെവൽ. നാഷണൽ ലെവലിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിനായിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് ഏതാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അല്ലേ? ഓക്കെ. സോ തേർഡ് ക്വസ്റ്റ്യൻ എല്ലാം ഓക്കെ ആണല്ലോ. ദെൻ ആക്ടിവിറ്റി 4 നോക്കുകയാണെങ്കിൽ മിഡീവൽ കേരളയെ കുറിച്ചിട്ടാണ്. അതിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലിറ്ററേച്ചർ, ആർട്ട്, അതിൻ്റെയൊക്കെ മെയിൻ പോയിൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, വട്ടെഴുത്ത്, ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ്. അതുപോലെ ലിറ്ററേച്ചറിൽ കൃഷ്ണഗാഥ, തൊഴിൽപ്പാട്ട് അതൊക്കെ ഉണ്ട്. ആർട്ടിലാണെങ്കിൽ കൂടിയാട്ടം, തിറ, ഇതൊക്കെ ആർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ എന്താ ക്വസ്റ്റ്യൻ? മേക്ക് എ നോട്ട് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഇൻ മിഡീവൽ കേരള ബേസ്ഡ് ഓൺ ദ എബോവ് ഹിൻസ്. അപ്പോൾ ഈ ഹിൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നോട്ട് എഴുതണം. നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ കൊടുക്കാം. സോ അതിൽ നിന്നുള്ള പോയിൻറ്റ്സ് ആയിരുന്നു നിങ്ങൾ ഈ നോട്ടിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. ഓക്കെ. സോ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതാം. അതായത് തമിഴിൽ നിന്നാണ് മലയാള ലാംഗ്വേജ് ഇതായിട്ട് വന്നത്. സാൻസ്ക്രിറ്റിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. അതേപോലെ കൃഷ്ണഗാഥയെക്കുറിച്ച്, തൊഴിൽപ്പാട്ട്, പലതരത്തിലുള്ള പാട്ടുകൾ, അതേപോലെ നമ്മുടെ കലാരൂപങ്ങളായിട്ടുള്ള കൂടിയാട്ടം, തിറ, കഥകളി, അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സുകൾ എഴുതാം. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെമ്പിൾ ആർട്ട് ദാറ്റ് പ്രിവെയിൽ ഇൻ ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ കൂത്ത്, തിറ, തെയ്യം ഒക്കെ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ടെക്സ്റ്റിലെടുത്ത് പറയുന്നുണ്ട്. ടെമ്പിൾ ആർട്ട് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് കൂത്ത്, കഥകളി, അതൊക്കെയാണ്, കൂടിയാട്ടം ഒക്കെയാണ്. തിറ, തെയ്യം ഒക്കെ കാവുകളും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതെന്നുള്ള രീതിയിൽ ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതാ വരിക? കൂത്താണ് ആൻസറായിട്ട് വരിക. ദെൻ ആക്ടിവിറ്റി 5 നോക്കുകയാണെങ്കിൽ വി ഹാവ് ഡ്യൂട്ടീസ് കറസ്പോണ്ടിങ് ടു ദ റൈറ്റ്സ്. അപ്പം നമുക്ക് എന്തുണ്ട്? റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്, നമ്മുടെ അവകാശങ്ങളുണ്ട്, കടമകളും ഉണ്ട്. അത് വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ഇതേപോലത്തെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ബേസിലാണിത് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫ്രീഡം ഈസ് മൈ റൈറ്റ്. അപ്പം ഫ്രീഡം, സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി എന്താണ്? ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ് ഈസ് മൈ ഡ്യൂട്ടി. ആ ഫ്രീഡം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആസ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. അതേപോലെ എന്താണ്? പ്രൊട്ടക്റ്റിംഗ് മീ ഈസ് ദ റൈറ്റ് ഡ്യൂട്ടി ഓഫ് ദ പാരൻസ് അല്ലേ? പ്രൊട്ടക്ഷൻ കുട്ടിയുടെ റൈറ്റ് ആണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പാരൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ബിയിലാണെങ്കിൽ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ടു ഒബേ ദ റൂൾസ് ഓഫ് മൈ സ്കൂൾ ഈസ് മൈ ഡ്യൂട്ടി. സ്കൂളിൻ്റെ റൂൾ പാലിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ബേസിക് ഫെസിലിറ്റി ഈസ് മൈ റൈറ്റ് അല്ലേ? കുട്ടിയുടെ റൈറ്റാണ് എഡ്യൂക്കേഷനും ബേസിക് ഫെസിലിറ്റി എന്ന് പറയണത്. പിന്നെ ഇനി ഒരെണ്ണം കൂടി നമുക്ക് എഴുതണം. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള, അതായത് ഇതിൽ വരാത്ത പോയിൻറ്റ്സ് ഏതെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ട് മൂന്നാമത്തേതായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 2009 ആണ് അല്ലേ? ഓക്കെ. ദെൻ ആക്ടിവിറ്റി 6 നോക്കൂ. ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ മുമ്പത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ അതിൽ ഒറാങ്ങുട്ടാനെ കുറിച്ചിട്ടും അതേപോലെ പോളാർ ബിയറിനെ കുറിച്ചിട്ടും ഐ ലീവ് ബിറ്റ്വീൻ 10 ഡിഗ്രി സൗത്ത് ആൻഡ് 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഫ്രം ദ ഇക്വേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പോളാർ ബിയർ ആണെങ്കിലോ ക്ലൈമറ്റ് സോൺ ദാറ്റ് സറൗണ്ട്സ് ദ നോർത്ത് പോൾ, ഇറ്റ്സ് എ റീജിയൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? നെയിം ദ ക്ലൈമറ്റ് സോൺ വേർ ദീസ് ക്രീച്ചേഴ്സ് ആർ ഫൗണ്ട്. അപ്പോൾ ഈ ക്രീച്ചേഴ്സിലുള്ള ക്ലൈമറ്റിക് സോണാണ് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിൽ ഒറാങ്ങുട്ടാൻ ഏത് ഭാഗത്താണ് കണ്ടുവരുന്നത്? ഒറാങ്ങുട്ടാനുള്ളത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണിലാണ്. അതുപോലെ പോളാർ ബെയർ ഉള്ളത് എവിടെയാണ്? തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയണിലാണ്. അതിൻ്റെ ആ റീജിയണൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 6.5 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ആ ഭാഗത്തിന് പറയുന്ന ക്ലൈമാറ്റിക് റീജിയൻ തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൺ ആണ്. അതുപോലെ ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്ത് സൗത്തും ആ ഭാഗത്തിന് പറയുന്നത്
ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നുമാണ്. ദെൻ മേക്ക് എ നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ ഓഫ് എനി വൺ ക്ലൈമറ്റ് സോൺ. അപ്പം നമ്മൾ പലതരത്തിലുള്ള ക്ലൈമറ്റ് സോണ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് സോൺ ആണെങ്കിലും തുന്ദ്ര ക്ലൈമറ്റ് സോൺ ആണെങ്കിലും അങ്ങനെ പല ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ട്രോപ്പിക്കൽ റീജിയൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു റീജിയനെ കുറിച്ച് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകളിൽ നിന്ന് ഇതുപോലെ കണ്ടില്ലേ, ഇപ്പം ഡെസേർട്ടിൻ്റെ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിൽ നമ്മൾ അവിടുത്തെ ജീവിത രീതി, അതുപോലെ അവിടുത്തെ അനിമൽസ് ഏതൊക്കെയാണ്, അവിടെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പോയിന്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 7th ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ കേരളാസ് ടോപ്പോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഫേവേഴ്സ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് വെച്ചാൽ അഗ്രികൾച്ചറിന് മാച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. കേരള ആൻഡ് തമിഴ്നാടു ഹാവ് ആൾമോസ്റ്റ് ദ സെയിം സോയിൽ ടൈപ്പ്. അതെന്താണ്? കറക്റ്റാണ്. കേരളത്തിനും തമിഴ്നാടിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സോയിൽ ടൈപ്പാണുള്ളത്. പിന്നെ അലുവിയൽ സോയിൽ വിച്ച് ഇസ് ഐഡിയൽ ഫോർ അഗ്രികൾച്ചർ ഇസ് സീൻ മോസ്റ്റ്ലി ഇൻ തമിഴ്നാടു. അലുവിയൽ ടൈപ്പ് ഓഫ് സോയിൽ കേരളത്തിലാണ് കൂടുതൽ കാണുന്നത്, തമിഴ്നാട്ടിലല്ല. സോ അത് തെറ്റാണ്. ദെൻ തമിഴ്നാടു ഇസ് അഹെഡ് ഓഫ് കേരള ഇൻ ദ നമ്പർ ഓഫ് റിവേഴ്സ്. ഒരിക്കലും അല്ല അല്ലേ, തമിഴ്നാടിന് ക്കാളും കൂടുതൽ റിവേഴ്സ് ഉള്ളത് എവിടെയാണ്? കേരളത്തിലാണ്. ആസ് കേരള ഹാസ് സഫിഷ്യൻറ്റ് റെയിൻഫോൾ ഇറിഗേഷൻ ഈസ് നോട്ട് നെസസറി ഇൻ മോസ്റ്റ് പ്ലേസസ്. അത് കറക്റ്റാണ്. കേരളത്തിൽ മഴ കൂടുതലുള്ളതുകൊണ്ട് അധിക സ്ഥലങ്ങളിലും എന്തിൻ്റെ ആവശ്യമില്ല? ഇറിഗേഷൻ്റെ ആവശ്യം വരാറില്ല. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഡെസ്പൈറ്റ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അഗ്രികൾച്ചർ കേരള ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ഫോർ ഫുഡ് ഐറ്റംസ്. വൈ? എക്സ്പ്ലെയിൻ. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചറിനുള്ള എല്ലാ കണ്ടീഷനും ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളെയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇതിനെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള പോയിന്റുകൾ എടുക്കാം. അതായത് നമ്മുടെ പണ്ടത്തെ തലമുറയിലെ ആൾക്കാർ അഗ്രികൾച്ചറിനെയായിരുന്നു കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ബട്ട് പിന്നീട് വേറെ തൊഴിൽ സാധ്യതകളൊക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അഗ്രികൾച്ചറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. പുതിയ ആൾക്കാർ അഗ്രികൾച്ചറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ ഫുഡ് ഐറ്റംസ് മോർ. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഈ പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റി 8 നോക്കുകയാണെങ്കിൽ മ്യൂസിക് ആൻഡ് പെയിൻറ്റിങ് ഫ്ലറിഷ്ഡ് ഇൻ മിഡീവൽ ഇന്ത്യ. വാട്ട് വേർ ദ ഐഡിയാസ് അഡോപ്റ്റഡ് ഫോർ പെയിൻറ്റിങ് ഇൻ മിഡീവൽ ഇന്ത്യ. അപ്പം മിഡീവൽ ഇന്ത്യയിൽ പെയിൻറ്റിങ്സിന് മെയിനായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? അത് ഒരു പോയിൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. രാമായണം, പിന്നെ നമുക്ക് പറയാം ബൈബിള്, ദെൻ റോയൽ ലൈഫ്, നേച്ചർ, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പെയിൻറ്റിങ്ങിന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഐഡിയാസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എ നോട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇൻക്ലൂഡിങ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ വേർഡ് വെബ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ചിട്ട് ഒരു ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ അന്നത്തെ മെയിനായിട്ടുള്ള ആൾക്കാരായിരുന്നു അല്ലേ, പുരന്ദരദാസനും അമീർ ഖുസ്രുവിൻ്റെ കാര്യമൊക്കെ അതിൽ മെൻഷൻ ചെയ്യണം. ദെൻ തബലിസ്റ്റുകളിലെ അതിൻ്റെ ആ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതേപോലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമിന് ബേസിക് സയൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഇനി വരുന്ന എക്സാമിനൊക്കെ ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.